ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് ആകർഷിക്കപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പോസ്റ്റർ. മൗനം, പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത നിരാലംബരായ മനുഷ്യരുടെ നിശബ്ദമായ രോദനം. എന്തൊരു ഭാവന. കഥയറിയില്ലെങ്കിലും മനോഹരമായ ഒരു സിനിമ പോസ്റ്റർ മാത്രം കണ്ട് സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു കാലത്ത് ഗായത്രി അശോകൻ ഡിസൈൻ ചെയ്ത പോസ്റ്ററുകൾ മാത്രം മതിയായിരുന്നു ഒരു സിനിമ കാണാൻ. അത്രയ്ക്ക് മനോഹരമായിട്ടായിരുന്നു അദ്ദേഹം ഓരോ സിനിമകളുടെയും പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിദംബരം എന്ന ഒറ്റ സിനിമയുടെ പോസ്റ്റർ മാത്രം കണ്ടാൽ മതി ഗായത്രി അശോകൻ എന്ന ബ്രില്യന്റ് പോസ്റ്റർ ഡിസൈനറുടെ കഴിവ് മനസ്സിലാക്കാൻ. താഴ്വാരം, മതിലുകൾ, കാലാപാനി, മൈഡിയർ കുട്ടിച്ചാത്തൻ തുടങ്ങി ഒരുപാട് സിനിമകളിൽ അദ്ദേഹം പോസ്റ്റർ ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് കാലം മാറി. ചായം പൂശിയ പെയിന്റ് ബ്രഷിൽ നിന്നും ഡിജിറ്റൽ സോഫ്റ്റ്വെയറിലേക്ക് മാറിയപ്പോഴും പോസ്റ്റർ ഡിസൈനിങ്ങിന് വലിയ അവസരങ്ങൾ തുറക്കപ്പെട്ടു. എന്നാൽ പലപ്പോഴും മലയാള സിനിമയിലെ പോസ്റ്ററുകൾ മറ്റു പല സിനിമകളിൽ നിന്നും കോപ്പിയടിച്ചും ഇൻസ്പയർ ചെയ്തും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് 2017 മൈഥിലി വീണ്ടും വരുന്ന സിനിമയുടെ പോസ്റ്ററും ക്യാപ്റ്റൻ എന്ന ജയസൂര്യ സിനിമയുടെ പോസ്റ്ററും വേറെ ചിലരുടെ ഡിസൈനിൽ നിന്നും കോപ്പിയടിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. എന്നാൽ ചില സിനിമകളുടെ പോസ്റ്ററുകൾ കോപ്പിയടിയാണെന്ന് തോന്നുമെങ്കിൽ പോലും ആശയം ഉൾക്കൊണ്ടിട്ടുള്ള ഇൻസ്പിറേഷൻ മാത്രമാണ്. അതിന്റെ ഉദാഹരണമാണ് മമ്മൂട്ടിയുടെ ദ ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയുടെ പോസ്റ്റർ. മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയിലെ ഒരു പോസ്റ്റർ വാസ്തവത്തിൽ ഐസ്മാൻ എന്ന ഹോളിവുഡ് സിനിമയുടെ പോസ്റ്ററിൽ നിന്നും ഇൻസ്പയർ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. എന്നാൽ മറ്റു ചില സിനിമകളുടെ പോസ്റ്ററുകൾ അതിന്റെ ഉള്ളിലെ ക്യാരക്ടർ പ്ലേസ്മെന്റും അലൈൻമെന്റും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കോപ്പിയടിയാണെന്ന് പെട്ടെന്ന് തോന്നുമെങ്കിൽ പോലും അത് കോപ്പിയടിയല്ല, നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമായിരിക്കും. അതിന്റെ ഒരു ഉദാഹരണമാണ് 2011 പുറത്തിറങ്ങിയ ട്രാഫിക് എന്ന മലയാള സിനിമ. സിനിമയുടെ പോസ്റ്ററിന്റെ അറേഞ്ച്മെന്റ് കാണുമ്പോൾ 2010 ഇൻസെപ്ഷൻ എന്ന ഹോളിവുഡ് സിനിമയുടെ പോസ്റ്ററിൽ നിന്നും കോപ്പി അടിച്ചതാണോ എന്ന് തോന്നിയേക്കാം. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ ഒരു കാരണം, ഇന്നത്തെ കാലത്ത് ഡിസൈനിങ് സോഫ്റ്റ്വെയറിൽ ഏതെങ്കിലും പുതിയ അപ്ഡേഷൻസ് വന്നു കഴിഞ്ഞാൽ പല ഡിസൈനർമാരും അത് മാക്സിമം ഉപയോഗിക്കാൻ നോക്കും. അങ്ങനെ ആവുമ്പോൾ ഒരേപോലുള്ള ഒരുപാട് പോസ്റ്ററുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മലയാള സിനിമയിലെ പോസ്റ്റർ കോപ്പിയടികളെ കുറിച്ചുള്ള ഒരു വീഡിയോ 1 വർഷം മുൻപ് ഈ ചാനലിൽ ഇട്ടിരുന്നു. അങ്ങനെയെങ്കിൽ മലയാള സിനിമയിൽ വളരെ ഭംഗിയായി കോപ്പിയടിച്ചതും ഇൻസ്പയർ ചെയ്തതുമായ സിനിമാ പോസ്റ്ററുകൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതോടൊപ്പം പോസ്റ്ററുകൾ കോപ്പി അടിക്കുന്നതാണോ ഇൻസ്പിറേഷൻ ആണോ എന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആർട്സുകാരനൊന്നും ആർട്സുകാരൻ തന്നെ. അതൊക്കെ പണ്ടല്ലെന്ന് വർക്കേട്ടാ. 2024 പുറത്തിറങ്ങിയ ദിലീപ് സിനിമയായിരുന്നു പവി കെയർടേക്കർ. സിനിമയുടെ വളരെ കളർഫുൾ ആയിട്ടുള്ള പോസ്റ്റർ ചിത്രം ഒരു കോമഡി സിനിമയാണെന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ സിനിമയുടെ പോസ്റ്ററിലെ ക്യാരക്ടർ പ്ലേസ്മെന്റും കളർ പാലറ്റും സിനിമയുടെ പേരിന്റെ ടൈറ്റിൽ ഫോണ്ടുമെല്ലാം അതേപടി എടുത്തുണ്ടാക്കിയ മറ്റൊരു മലയാള സിനിമയുടെ പോസ്റ്റർ ഉണ്ട്. അതാണ് ഈ വർഷം ഇറങ്ങാൻ പോകുന്ന ബോബൻ സാമുവൽ സംവിധാനം ചെയ്ത മച്ചാന്റെ മാലാഖ എന്ന മലയാള സിനിമ. രണ്ട് സിനിമയുടെയും പോസ്റ്റർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഈ ഒരു വലിയ സാമ്യത നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. 2023 ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്ത കുഞ്ചാക്കോ ബോബൻ സിനിമയാണ് ചാവേർ. സിനിമയിലെ വളരെ ബ്രില്യന്റായി ഡിസൈൻ ചെയ്ത പല പോസ്റ്ററുകൾ പുറത്തിറങ്ങിയപ്പോൾ സിനിമയ്ക്ക് പ്രേക്ഷകരുടെ ഇടയിൽ ഒരുപാട് ഹൈപ്പ് ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ചാവേർ എന്ന സിനിമയുടെ പോസ്റ്റർ വാസ്തവത്തിൽ 2021 പുറത്തിറങ്ങിയ ഓപ്പറേഷൻ മോസ്കോ എന്ന ചൈനീസ് സിനിമയുടെ പോസ്റ്ററിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അതും ഒരു പോസ്റ്ററല്ല, ഒന്നിലധികം പോസ്റ്ററുകൾ. എന്താലേ. അടുത്ത സിനിമയാണ് 2017 പുറത്തിറങ്ങിയ ദുൽഖർ സൽമാൻ അഭിനയിച്ച സോളോ എന്ന ആന്തോളജി സിനിമ. സിനിമയിലെ വേൾഡ് ഓഫ് രുദ്ര എന്ന പാർട്ടിന്റെ പോസ്റ്റർ 2016 പുറത്തിറങ്ങിയ ലെജൻഡ് ഓഫ് ടാർസൻ എന്ന സിനിമയിലെ ഒരു പോസ്റ്ററിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. എന്നാൽ അത് മാത്രമല്ല, പിറ്റേ വർഷം പുറത്തിറങ്ങിയ മമ്മൂട്ടി സിനിമയായ അബ്രഹാമിന് സന്തതികൾ എന്ന സിനിമയുടെ പോസ്റ്ററും ഇതേ ലെജൻഡ് ഓഫ് ടാർസൻ എന്ന സിനിമയുടെ മറ്റൊരു പോസ്റ്ററിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. രണ്ടിലും കളർ ഗ്രേഡിംഗ് അല്പം മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പോസ്റ്ററുകൾ ഒന്നാണ്. മറ്റൊരു സിനിമയാണ് പൃഥ്വിരാജ് നായകനായ ഡാർവിന്റെ പരിണാമം എന്ന സിനിമ. സിനിമയിലെ നായകന്റെ 2 ഭാവങ്ങൾ എന്താണെന്ന് കൃത്യമായി കാണിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ട്. എന്നാൽ ആ ഒരു പോസ്റ്റർ ഡിസൈൻ 2012 പുറത്തിറങ്ങിയ ഹോളിവുഡ് സിനിമയായ ലൂപ്പറിന്റെ പോസ്റ്ററിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ലിസ്റ്റിലെ മറ്റൊരു മലയാള സിനിമയാണ് 2017 പുറത്തിറങ്ങിയ വിജയബാബു നായകനായ ഓവർടേക്ക് എന്ന സിനിമ. ഈ സിനിമ വാസ്തവത്തിൽ 1971 സ്റ്റീവൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത ഡ്യുവൽ എന്ന സിനിമയുടെ ഒരു ഇൻസ്പിറേഷനാണ്. എന്നാൽ ഓവർടേക്ക് എന്ന സിനിമയുടെ പോസ്റ്റർ 2015 പുറത്തിറങ്ങിയ വ്രക്കർ എന്ന ഹോളിവുഡ് സിനിമയുടെ പോസ്റ്ററിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. സ്റ്റീവൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത ഡ്യുവൽ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. മറ്റൊരു സിനിമയാണ് 2018 പുറത്തിറങ്ങിയ നീലി എന്ന ഹൊറർ സിനിമ. എന്നാൽ നീലി എന്ന സിനിമയുടെ ഒന്നിലധികം പോസ്റ്ററുകൾ പല സിനിമകളിൽ നിന്നും ഇൻസ്പയർ ആയി കോപ്പി അടിച്ചും ചെയ്തു വെച്ചിട്ടുള്ളതാണ്.
സിനിമയിലെ ഒരു പോസ്റ്റർ 2016 പുറത്തിറങ്ങിയ ദ ഫോറസ്റ്റ് എന്ന ഹൊറർ ഹോളിവുഡ് സിനിമയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അതുമാത്രമല്ല 2007 പുറത്തിറങ്ങിയ മറ്റൊരു ഹോളിവുഡ് സിനിമയായ പ്രമെൻഷനിൽ നിന്നും സിനിമയുടെ മറ്റൊരു പോസ്റ്റർ എടുത്തിട്ടുണ്ട്. ഒരു സിനിമയുടെ പോസ്റ്ററുകൾ 2 സിനിമകളിൽ നിന്നും അടിച്ചു മാറ്റുക വളരെ വിചിത്രമായൊരു സംഭവം തന്നെ. 2010 രഞ്ജിത്ത് ശങ്കറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പൃഥ്വിരാജ് സിനിമയാണ് അർജുനൻ സാക്ഷി. സിനിമ ഒരു സസ്പെൻസ് ത്രില്ലർ ആയതുകൊണ്ട് വളരെ വ്യത്യസ്തമായ പോസ്റ്ററുകൾ ഈ സിനിമയ്ക്കുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു പോസ്റ്റർ ആയിരുന്നു ഇത്. വാസ്തവത്തിൽ ഈ ഒരു പോസ്റ്റർ 2008 പുറത്തിറങ്ങിയ ഫ്രഞ്ച് സിനിമയായ ലാഗോ വിഞ്ചിന്റെ പോസ്റ്ററിൽ നിന്നും നേരിട്ട് കോപ്പി അടിച്ചതാണ്. എന്നാൽ പിന്നീട് അത് വിവാദമായപ്പോഴേക്കും അതിന്റെ അണിയറ പ്രവർത്തകർ ആ പോസ്റ്റർ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. മലയാള സിനിമയിലെ പോസ്റ്ററുകളിലെ കോപ്പിയടിയും ഇൻസ്പിറേഷനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.